കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് നോക്കുകൂലി ആവശ്യപ്പെട്ട് ടിപ്പർ ലോറി ഡ്രൈവറെ മർദ്ദിച്ചുവെന്ന വാർത്ത നിഷേധിച്ച് CIT യൂണിറ്റ് രംഗത്ത്. തൊഴിലാളികളെ ലോറിയിടിച്ച് വീഴ്ത്താൻ ശ്രമിച്ച ഡ്രൈവർക്കെതിരെ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയതായി യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. CITUവിനെ ബോധപൂർവം മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും നോക്കുകൂലി ആരോപണം ശുദ്ധ അസംബന്ധമാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ കുമ്പളങ്ങാട് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സിമന്റ് കട്ട ഇറക്കി മടങ്ങിയ ടിപ്പർ ലോറി ഡ്രൈവറും തൊഴിലാളികളും തമ്മിലുണ്ടായ തർക്കമാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. തൊഴിലാളികളെ അറിയിക്കാതെ കട്ടയിറക്കി മടങ്ങിയ ലോറി നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഡ്രൈവർ തയ്യാറായില്ലെന്ന് CITU ആരോപിക്കുന്നു. തുടർന്ന് ബൈക്കിൽ പിന്തുടർന്ന തൊഴിലാളികളായ MS മനോജ്, ജിതിൻ എന്നിവരെ ലോറി ഇടിച്ച് വീഴ്ത്താൻ ശ്രമിക്കുകയും അപകടത്തിൽ പരിക്കേറ്റ തൊഴിലാളികളെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ ലോറി ഡ്രൈവർക്കെതിരെ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആളുടെ കൂടെ തന്നെ ഞാൻ ബൈക്കിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് ആക്രമിക്കുന്ന പോലെയാണ് വണ്ടിയുടെ മുകളിൽ കയറി അങ്ങനെ നേരെ ചാലിക്ക് വീണത്. അങ്ങനെ അവർ വേഗം വണ്ടി എടുത്ത് പോയി. അപ്പോൾ ഞങ്ങൾ പണിക്കാരനെ വിളിച്ചപ്പോൾ അവർ വന്ന് തടുത്തപ്പോൾ ഞാൻ പോയി വേഗം പോയിട്ട് അവരുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്തു. ഈ KL 431 ഈ നമ്പറാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മുതലാളിയെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ വെച്ചെങ്കിൽ പൈസ തരാമെന്ന്. ഞങ്ങൾ പറഞ്ഞ കൈക്കൂലി ഞങ്ങൾ വാങ്ങില്ല, അതുപോലെ പണത്തെ പൈസ മാത്രം ഞങ്ങൾ വാങ്ങുള്ളൂ. പക്ഷെ അവർ ചാനലിൽ വന്നിട്ട് കൈക്കൂലി വാങ്ങി പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാനും മനോജേട്ടനും അഡ്മിറ്റായി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു പണി കഴിഞ്ഞിട്ട് വരികയായിരുന്നു. വന്നുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ച് പറഞ്ഞു, നമ്മുടെ കൂടുതൽ ആൾക്കാർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കട്ട കുത്തി പോകുന്നുണ്ട്, എൻ്റെ വണ്ടിയുടെ ഒരു ടിപ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ വണ്ടി ഒന്ന് കൈ കാണിച്ചപ്പോൾ അവർ ആ കുത്തിയത് ഞങ്ങൾ അറിഞ്ഞു കൊണ്ടത് നിലയ്ക്ക് അതുകൊണ്ട് ഞങ്ങളുടെ നേരെ വണ്ടി എടുത്തപ്പോൾ ഞങ്ങൾ രണ്ടാണ്, ഞാനും ഇതാണ് വണ്ടിയുടെ മുകളിൽ വീണു. അപ്പോൾ ഞങ്ങൾ വീണു, ഈ വണ്ടി നിർത്താതെ പോയപ്പോൾ ഈ കൂടുള്ള ഞങ്ങളുടെ പണിക്കാരെടുത്ത് വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അവർ ചെന്നിട്ട് സംഭവം വണ്ടിനെ ടിപ്പറെ തടഞ്ഞിട്ട് അവരുടെ അടുത്ത് കാര്യം ചോദിച്ചപ്പോൾ പിന്നെ ആ ഡ്രൈവർ വണ്ടി ഓടിച്ചിരുന്ന ആൾ ചൂടായി അവരെടുത്ത്. അങ്ങനെ ഒരു സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷമാണ് അവരവിടെ പോയിട്ട് കോട്ടുപാറ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ നോക്കൂലി അങ്ങനെ ചോദിച്ചുകൊണ്ടുള്ള സംസാരം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ ഒരു സ്ഥലത്തും നോക്കുകാരായിട്ട് ചോദിച്ചില്ല. ഞങ്ങൾ പണിയെടുക്കുക, പൈസ വാങ്ങുക, അങ്ങനെയുള്ളൊരു ഇത് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ഞങ്ങളങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഈ യൂണിയനിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ നോക്കൂലി വാങ്ങുന്നൊരു സംഭവം. ഇല്ലാത്ത ആരോപണങ്ങളാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഈ വാർത്ത കണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് അതിൻ്റെ സത്യാവസ്ഥ. മേഖലയിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായ സംഘടനയെ അപകീർത്തിപ്പെടുത്താൻ നോക്കുകൂലി ആരോപണം ഉന്നയിക്കുകയാണെന്ന് യൂണിയൻ സെക്രട്ടറി ചന്ദ്രൻ പറഞ്ഞു. അസോസിയേഷനായിട്ട് അങ്ങനെ അറിയില്ല. ആളാണ് അതിൻ്റെ കോൺട്രാക്ടർ, ആളെ കട്ടയുണ്ട്, കട്ടക്കൊക്കെ കയ്യിലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആവാൻ ചിലപ്പോൾ വഴി. അതൊക്കെയാണ് മുതൽ കുട്ടിയെ പറയുന്നത് കയ്യിലൊക്കെ ആയിട്ട് പലതൊക്കെ കട്ട കുത്താറുണ്ട്. നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് പറയാറുണ്ട്, ചോദിക്കും. ഒത്തിരി ശരിയായിട്ട് നന്നാർക്കഴിയാതെ പറയാറ് അതിന് പോലും ഒരേ ചെയ്യാറുണ്ട്. നമ്മൾ ഇവരോട് മുമ്പ് കുത്തിയ കാശ് ചോദിച്ചില്ല. ഈ വേദന കുത്തിയിട്ട് കിടക്കുന്നുണ്ട് കട്ട. ഒന്നും ഇല്ലാണ്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നത് കുത്തി പോവുക. അപ്പൊ യാദൃശ്യമായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യുമ്പോൾ രണ്ട് തൊഴിലാളികൾ അധികം വരിക പണി കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ അവരേനെ ബൈക്ക് ഒരു സൈഡ് തട്ടി അവർ കാണാനിലേക്ക് പറഞ്ഞു. അവരേനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് അവിടെ കൊണ്ടുപോയി പോലീസ് ഇപ്പോൾ അവിടെ കേസ് എടുത്തിട്ടുണ്ട്. സുരേഷ്, ജയൻ തുടങ്ങിയ തൊഴിലാളികളും വിഷയത്തിൽ പ്രതിഷേധിച്ചു. CITUവിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി.